ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 മലയാള സിനിമയായ വള എന്ന മൂവിയുടെ കഥയാണ്. സോ നമുക്ക് കഥയിലേക്ക് കടക്കാം. 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൃദ്ധൻ തൻ്റെ കുടിലിൽ വൈരക്കല്ലുകളും ഡയമണ്ടുകളും എല്ലാം നിറച്ച് ഒരു വളയുണ്ടാക്കിയെടുത്തു. ആ വളകൾ അമൂല്യ നേട്ടങ്ങൾ കൈവരിക്കുന്ന ആൾക്ക് സമ്മാനമായി കൊടുക്കാനായി തീരുമാനിച്ചു. വർഷങ്ങൾക്കിപ്പുറം ആ വള അന്വേഷിച്ച് ഒത്തിരി ആളുകൾ യുദ്ധവും വാളും കൈക്കോട്ടുമായി ഒക്കെ വന്നു. പക്ഷേ ആർക്കും ആ വളയെ തൊടാൻ സാധിച്ചില്ല. ആ വൃദ്ധൻ്റെ സത്യസന്ധതയും ആ വളയുണ്ടാക്കിയ വിശുദ്ധിയും കാരണമായിരിക്കാം ആ വളയെ ആർക്കും മോഷ്ടിക്കാനായി സാധിച്ചിരുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഒരു വലിയ ഇരുനില വീടിന് മുന്നിൽ നിന്ന് ഒരാൾ ബൈക്കുമായി സ്റ്റാർട്ടാക്കാതെ തന്നെ പമ്മിപ്പോന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗുണ്ടകൾ ആ വീടിനുള്ളിൽ കയറി ആ വീട്ടിനുടമസ്ഥനെ ആക്രമിക്കുന്നു. അയാൾ ശബ്ദവും ഒച്ചയും വെക്കുമ്പോഴും നാട്ടുകാർ അയാളെ രക്ഷിക്കാൻ വരുന്നു. ബട്ട് ഈ ടൈമിൽ ആ വന്ന ഗുണ്ടകൾ അയാളുടെ കാലിൽ ഒരു വെട്ടുന്നുണ്ട്. ബട്ട് ആളുകളെ കണ്ടിട്ട് ആ ഗുണ്ടകൾ പേടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഈ ടൈമിൽ അവിടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, ഇവിടെ ഒരുത്തിനെ സെക്യൂരിറ്റിക്ക് നിർത്തിയിരുന്നല്ലോ, അവൻ എന്ത് ചെയ്യുന്നു? പിന്നീട് കാണിക്കുന്നത് ബാനു എന്ന പോലീസുകാരൻ അവൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് ചീത്തവിളി കേൾക്കുന്നതാണ്. ഇവനെയായിരുന്നു അവിടെ സെക്യൂരിറ്റി കിട്ടുന്നത്. അയാളൊരു വലിയ കേസിലെ മുഖ്യ ദൃക്സാക്ഷിയായിരുന്നു. അതിനുവേണ്ടി ബാനുവിനെ അവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിരുന്നത്. ബട്ട് അവൻ രാത്രിയിൽ അവിടെ നിന്ന് മുങ്ങിയ കാരണം ഗുണ്ടകൾ വന്നിട്ട് അവനെ കൊല്ലാനായി നോക്കുന്നു. അയാളുടെ കാല് കണ്ടിട്ട് പോലീസുകാരൻ അവനെ ശരിക്കും വഴക്കും പറയുന്നുണ്ട്. ബട്ട് അയാൾ പറയുന്നത് സാരമില്ല, വിട്ടേക്ക്, ഇത് എൻ്റെ പ്രശ്നം കൊണ്ട് സംഭവിച്ചതാണെന്ന്. പക്ഷേ ആ പോലീസുകാരൻ നല്ലപോലെ ദേഷ്യം വന്നിട്ട് എല്ലാവരോടും പുറത്തിറങ്ങി പോകാൻ പറയുന്നു. ബാനുവിന് അത് വലിയൊരു ക്ഷീണമായി പോയി. ആ വെട്ടുകൊണ്ട് അയാൾ പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, നമുക്ക് രണ്ടെണ്ണം അടിച്ച് എല്ലാം ഒന്ന് റിലാക്സ് ആകാം. അവരെല്ലാവരും ഒരുമിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാനുവിൻ്റെ വിഷമം പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ പറഞ്ഞ ഒരു വള പോലും മേടിച്ചു കൊടുക്കാൻ കൊള്ളാത്തവനാണ്, എന്നെ ഒന്നിനും കൊള്ളിക്കില്ല, അതുകൊണ്ടാണ് ചേട്ടന് കാലിൽ വെട്ടേറ്റതെന്നൊക്കെ. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, വളയോ, ഏത് വളയാണെന്ന്. അങ്ങനെ ബാനു ആ കഥ പറയുകയാണ്. ബാനുവിൻ്റെ തന്നെ കൂട്ടുകാരൻ്റെ അക്ഷയിൽ പണിയെടുക്കുന്നൊരു സ്ത്രീയുണ്ട്, സരള, അവളുടെ ഹസ്ബൻഡും. ഇവരാണ് ഇവൻ്റെ വിഷമങ്ങൾക്ക് ഏക കാരണം. സോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള കഥ കാണിക്കുന്നു. ഇന്ന് സരളയുടെ വിവാഹ ദിവസമാണ്. പുരുഷോത്തമനെയാണ് സരള വിവാഹം കഴിച്ചിരിക്കുന്നത്. സോ രണ്ടുപേരുടെയും ഫസ്റ്റ് നൈറ്റിൽ അവർ ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുമ്പോൾ പുരുഷോത്തമൻ സരളയുടെ കൈ കിടക്കുന്ന വള ശ്രദ്ധിക്കുന്നുണ്ട്. ആ വളയെപ്പറ്റി ചോദിക്കുമ്പോൾ അത് മുത്തശ്ശി മരണക്കിടക്കയിൽ വെച്ച് തനിക്ക് ഊരിത്തന്ന വളയാണെന്ന് പറയുന്നു. ആ വള വളരെ ഘനമുള്ളതും ഒത്തിരി കൊത്തുപണികളും കല്ലുകളും ഒക്കെ ഉള്ളതായിരുന്നു. ആ വള തന്നെ പുരുഷോത്തമൻ കുറേ നേരം നോക്കുന്നുണ്ട്. അവൻ അങ്ങനെ ഒരു വള കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. ബാക്കിയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഊരാൻ പറ്റുന്നുണ്ടെങ്കിലും ആ ഒരു വള മാത്രം ഊരിവെക്കാൻ സാധിച്ചിരുന്നില്ല. അത് അങ്ങനെയൊന്നും ഊരാൻ കഴിയില്ല പുരുഷേട്ട എന്നാണ് സരള പറയുന്നത്. അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിൽ വേറൊരു വീട്ടിൽ ഒരു പെൺകുട്ടി അവളുടെ വീട്ടിൽ നിന്നും ഒളിച്ചോടി പോകാൻ പോവുകയാണ്. അപ്പോൾ തൻ്റെ അമ്മയുടെ മുറിയിൽ നിന്ന് അവൾ ഏതോ ഒരു ആമാടപ്പെട്ടി എടുക്കുന്നുണ്ട്. അതിനകത്തൊരു വളയും മാലയും അങ്ങനെ എന്തോ ഉണ്ട്. അതങ്ങനെ ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ട് അവൾ രാത്രിയിൽ അവിടെ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഇറങ്ങി പോവുകയാണ്. അടുത്ത ദിവസം കാണിക്കുന്നത് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. കാരണം ഒളിച്ചോടി പോകുന്നത് ബാനുവിൻ്റെ കൂടെയാണ്. അവൻ ആ കറക്റ്റ് ടൈമിൽ അവിടെ എത്താത്തതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കുത്തിയിരിക്കുകയാണ് അവൾ. ബാനുവിനെ കണ്ടപാടെ അവൾ എഴുന്നേറ്റ് പോയി അവൻ്റെ കർണക്കുറ്റിക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. വിഷു എന്നാണ് അവൻ അവളെ വിളിക്കുന്നത്. വിശാലാക്ഷി എന്നാണ് ശരിക്കുള്ള പേര്. വീട്ടുകാർ എതിർത്തുള്ള കല്യാണമായുണ്ട് അവളുടെ സാധന സാമഗ്രികളെല്ലാം അവിടെ വീട്ടുകാർ കത്തിച്ച് കളയുന്നുണ്ട്. ഇവിടെ ബാനുവും വിശാലാക്ഷിയും ചേർന്ന് ചെറിയൊരു റിസപ്ഷനൊക്കെ നടത്തുകയാണ്. ബാനുവിനാകെയുള്ളത് ഒരു പെങ്ങളും അളിയനുമാണ്. സോ ഇവരെല്ലാവരും കൂടെ അവിടെ ഒരുമിച്ച് താമസിക്കുന്നു. ഫസ്റ്റ് നൈറ്റിൽ അവൾ എടുത്തിട്ട് വന്ന ആ മടപ്പെട്ടി ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് വളയും മാലയും ഒന്നും ഇല്ലായിരുന്നു. അത് അവൾക്ക് ഒത്തിരി വിഷമമാവുന്നുണ്ട്. കാരണം എന്തെങ്കിലും ഒന്നുകൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് കയറണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. അല്ലെങ്കിൽ അവൾക്കൊരു വില കിട്ടില്ല എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. ബട്ട് ബാനു അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അടുത്ത ദിവസം നമ്മുടെ സരള അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ടൈമിൽ ഓരോരോ നമ്പറിൽ നിന്ന് ഫോൺ കോളുകൾ വരുന്നുണ്ട്. ആ ഫോൺ കോളുകളെല്ലാം അവൾ കട്ട് ചെയ്ത് കളയുകയാണ്. ഈ ടൈമിൽ നമ്മുടെ പുരുഷോത്തമൻ അവിടെ വരുമ്പോൾ വള്ളി നമ്പർ 1, ഡേഞ്ചർ, അങ്ങനെ പല പേരുകളിൽ ഓരോ കോളുകൾ വരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ചേട്ടാ ഇതെല്ലാം കസ്റ്റമർ കെയറിൽ നിന്ന് വരുന്നതാണെന്ന്. വിശാലാക്ഷി ഒരു വലിയ തറവാട്ടിൽ നിന്ന് വന്നാണ്. അവൾ വലിയൊരു ബ്രാഹ്മണത്തെയാണ്. അതുകൊണ്ട് തന്നെ നോൺ വെജിൻ്റെ മണങ്ങളൊക്കെ അവൾക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. സരള വർക്ക് ചെയ്യുന്നത് ഒരു അക്ഷയ സെൻറ്ററിലാണ്. വളരെ ചൂടായിട്ടാണ് ആളുകളോടൊക്കെ അവൾ ബിഹേവ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അവരോടൊക്കെ തറുതല പറയുന്നതാണ് സരളയുടെ ഹോബി. അങ്ങനെ ആധാർ കാർഡിലെ അഡ്രസ്സ് മാറ്റാൻ വേണ്ടി വിശാലാക്ഷി സരള വർക്ക് ചെയ്യുന്ന ആധാർ സെൻറ്ററിലേക്ക് വരികയാണ്. ഓൾറെഡി ഒരു ഉമ്മയുമായിട്ട് അടി കഴിഞ്ഞ് നിൽക്കുന്ന സരളയുടെ മുന്നിലേക്കാണ് വിശാലാക്ഷി ചെന്ന് നിൽക്കുന്നത്. സരളയുടെ ഓരോ ചോദ്യങ്ങൾക്കും വിശാലാക്ഷി മറുപടി പറയുന്നുണ്ടെങ്കിലും അവൾ അതിലൊന്നും സംതൃപ്തിയായിരുന്നില്ല. ആ ടൈമിലാണ് സരളയുടെ കയ്യിൽ കിടക്കുന്ന ആ വലിയ ഭീമൻ വള നമ്മുടെ വിശാലാക്ഷി കാണുന്നത്. വിഷു എന്ന് വിളിക്കാം. സോ വിഷുവിന് ആ വള ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഈ വള എവിടെ നിന്നാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും സരള വളരെ ദേഷ്യപ്പെട്ടിട്ട് അവളെ കണ്ടമാനം ഇൻസൾട്ട് ചെയ്യുകയാണ്. ഒരു ഗതിയും പരഗതി ഇല്ലാതെ വന്നുകൊണ്ടാണ് നിനക്കിങ്ങനെ തോന്നിയത് എന്നൊക്കെ വരെ പറയുന്നു. സോ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് അവൾക്ക് വലിയ അപമാനമായി. സരള അപ്പോൾ തന്നെ എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നാണം കെട്ട് വിഷു വീട്ടിലേക്കും ചെല്ലുന്നു.
വൈകിട്ട് വീട്ടിൽ വരുന്ന ഭാനുവിനോട് വിഷു തൻ്റെ വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതുപോലൊരു വളം വേണമെന്ന് പറയുന്നു. സോ ഒരു വളം മേടിച്ച് കൊടുക്കാൻ തന്നെ ഭാനു തയ്യാറാകുകയാണ്. ഒത്തിരി കടകളിൽ അവർ കയറിയിറങ്ങുന്നുണ്ട്. പക്ഷേ അത്രയും പകട്ടുള്ള ഒരു വള അവൾക്ക് അവിടെ എവിടെ നിന്നും കണ്ടെത്താനായില്ല. എല്ലാ ജ്വല്ലറിയിലും പാവം ഭാനു വിഷുവിനെയും കൊണ്ട് കയറിയിറങ്ങുന്നുണ്ട്. ഇത്രയും വലിയ കുടുംബത്തിൽ വന്ന് തനിക്ക് അങ്ങനെ ഒരു അപമാനം നേരിട്ടതിൻ്റെ വിഷമമായിരുന്നു വിഷുവിന് മെയിനായിട്ട്. വീട്ടിൽ നോൺ വെജ് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചേട്ടത്തിയമ്മയായും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവർ വേറെ ക്വാർട്ടേഴ്സൊക്കെ നോക്കുന്നുണ്ട്. ബട്ട് അതിലൊന്നും അവൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവളുടെ മനസ്സ് നിറയെ ആ വളയും അവൾ വന്ന ആ ഒരു കുടുംബ സാഹചര്യവുമായിരുന്നു. അതിനൊത്തൊരു വീട് കിട്ടുന്നില്ല എന്നൊരു വിഷമം അവൾക്കുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഭാനുവിൻ്റെ ക്ഷമ വരെ നശിച്ചു പോകുന്നുണ്ട്. ആ സമയത്ത് ജ്വല്ലറി വിളിച്ച അവളുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ ഭാനു അവളെ വഴക്ക് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടിയായിരുന്നു അവർ പൊയ്ക്കൊണ്ടിരുന്നത്. ഭാനു തന്റെ പ്രശ്നങ്ങളെല്ലാം ആ ഫ്രണ്ടായ പോലീസുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഭാനുവിൻ്റെ ഫ്രണ്ട് പ്രജിത്തിന്റെ അക്ഷയിലാണല്ലോ സർല വർക്ക് ചെയ്യുന്നത്. സോ അവൻ പറഞ്ഞിട്ട് പുരുഷോത്തമന്റെയും സർലയുടെയും വീട്ടിലേക്ക് ഭാനു ചെല്ലുകയാണ്. അവിടെ ചെന്നിട്ട് പുരുഷന്റെ അടുത്ത് ആ വളയൊന്ന് കാണിക്കാൻ പറയുന്ന ടൈമിൽ സർല അവിടേക്ക് ചായയുമായി വരുന്നുണ്ട്. ആ വള നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഭാനുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇതിൽ എഴുതിയിരിക്കുന്നത് അറബിയാണല്ലോ എന്ന്. അയാളൊരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ അറബി അയാൾക്ക് പെട്ടെന്ന് മനസ്സിലായി. വട പെൺകുട്ടി പറയുന്നുണ്ട്, ഇത് സംസ്കൃതമാണ്, എൻ്റെ അമ്മമ്മ വർണ്ണക്കടക്കിൽ വെച്ച് എനിക്ക് ഊരി തന്നൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് അറബി അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞ് അവളുടെ കൈ ഒന്ന് രണ്ടാമത് പിടിക്കുന്ന ടൈമിൽ അവൾക്ക് ദേഷ്യം വന്നിട്ട് കർണക്കുറ്റി കിട്ടുന്ന കൊടുക്കുന്നുണ്ട്. പുരുഷോത്തമൻ പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ അവളുടെ അനുവാദമില്ലാതെ ആര് പിടിച്ചാലും അവൾ ഇങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ഭാനു പറയുന്നു, സാരമല്ല, കയ്യിൽ കയറി പിടിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് ആ ഭാനുവിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, ഇവരുടെ ഒരു മുതിർന്ന ഒരു മുസൽമാനുണ്ട്, അയാളെ കൊണ്ടുവന്ന് കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമാകുമല്ലോ എന്ന്. ആ വളയെപ്പറ്റി ഒത്തിരി ആളുകൾ സംസാരിക്കുകയും അത് കാണാൻ വരികയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ പുരുഷോത്തമൻ ആ വളയുടെ ഫോട്ടോ എടുത്ത് തൻ്റെ ഒരു ആൻറ്റിക് കച്ചവടം നടത്തുന്ന ഫ്രണ്ടിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇത് വളരെ റെയർ പീസാണ്, ഇത് വേട്ടാൽ ഒത്തിരി കാശ് കിട്ടുമെന്ന്. അന്ന് തന്നെ പുരുഷോത്തമൻ നമ്മുടെ സർലയെ എടുത്തിട്ട് വന്നിട്ട് സോപ്പ് വെള്ളത്തിൽ കൈ മുക്കി ആ വളയൂരാൻ നോക്കുന്നുണ്ട്. അവളുടെ കൈ ഒടിയെന്നല്ലാതെ ഒന്നും നടന്നില്ല. അവൾ ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ ആൻറ്റിക് കച്ചവടക്കാരൻ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് പുരുഷോത്തമൻ ഒരു ലൊക്കേഷനിൽ സർലയും കൂട്ടി വരികയാണ്. അവിടെ വന്നിട്ട് അവളുടെ വള നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഷുവറാണ് എന്നൊക്കെ. ആ ടൈമിൽ പുരുഷോത്തമന്റെ സ്വഭാവം മാറുകയാണ്. അവൻ പറയുന്നുണ്ട്, എത്ര രൂപ എനിക്ക് കിട്ടുമെന്ന്. ആ ടൈമിലാണ് ആ അപ്പൂപ്പൻ വിളിച്ച മെയിൻ വില്ലൻ അവിടേക്ക് വരുന്നത്. അയാൾ വന്നാലുടനെ ഒന്നും നോക്കാതെ നമ്മുടെ പുരുഷോത്തമൻ്റെ അടുത്ത് പറയുന്നു, 3 കോടി ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷേ എനിക്ക് ആ വളം വേണമെന്ന്. ഇത് കേൾക്കുമ്പോൾ അത്യാർത്ഥിക്കാരനായ പുരുഷോത്തമൻ പറയുന്നുണ്ട്, 5 കോടി വേണമെന്ന്. അപ്പോൾ അയാൾ ചിരിച്ചിരിച്ചിട്ട് കയ്യിലുള്ള കാശ് അഡ്വാൻസായി നമ്മുടെ പുരുഷോത്തമന് കൊടുത്തതിന് ശേഷം ഈ വള അതേപടി എനിക്ക് വേണമെന്ന് പറയും. പുരുഷോത്തമൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ടെങ്കിൽ പോലും 2 ദിവസം കഴിഞ്ഞ് ഈ വള നിങ്ങളുടെ കയ്യിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് അഡ്വാൻസ് നൽകിയ കാശുമായി തിരികെ പോകുന്നു. പുരുഷോത്തമൻ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് തന്നെ അവനൊത്തിരി സുഹൃത്ത് വലയങ്ങളുണ്ടായിരുന്നു. അടുത്ത ദിവസം സർല ജോലിക്ക് പോകുമ്പോൾ പുരുഷോത്തമൻ തന്നെ ജംഗ്ഷനിലുള്ള എല്ലാവരോടും വിളിച്ച് അവളെ ഒന്ന് നിരീക്ഷിച്ചോണം, അവൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് എന്ന് നോക്കിക്കോണം എന്ന് ഓർഡർ കൊടുക്കുകയാണ്. പിന്നീട് ഭാനുവും അവൻ്റെ ഫ്രണ്ടും പറഞ്ഞതുപോലെ തന്നെ ഒരു മുതിർന്ന മുസൽമാനെ അവിടേക്ക് കൊണ്ടുവരികയാണ്. എഴുതിയിരിക്കുന്നത് സംസ്കൃതമാണോ അറബിയാണോ എന്ന് ഇവർക്കും അറിയണമല്ലോ, നമ്മുടെ പുരുഷോത്തമനോ. സോ അതിനുവേണ്ടി മുസൽമാൻ ആ വീട്ടിലേക്ക് വരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മുസൽമാന്റെ മുന്നിൽ പോയി നമ്മുടെ സർല കൈനീട്ടി നിൽക്കുകയാണ്. അത് വായിച്ചു നോക്കി അയാൾ അത്ഭുതപ്പെടുകയാണ്. അയാൾ പറയുന്നു, ഇതെല്ലാം അറബിയാണെന്ന്. അതിനുശേഷം അയാൾ പറയുന്നു, 1000 വർഷങ്ങൾക്ക് മുമ്പ് അബ്ബാസുവിന് ഷിറാഹ് എന്ന് പറയുന്ന ആൾക്ക് ആകാശത്തിലൂടെ പറന്നു നടന്നതിന് അന്നത്തെ സുൽത്താൻ നൽകിയ സമ്മാനമാണ് ഇതെന്ന്. അത് നിങ്ങളുടെ അമ്മമ്മയുടെ കയ്യിൽ അത് എങ്ങനെ എത്തും, ഇത് അറബിയല്ലേ എന്നൊക്കെ സംശയം ആ മുസൽമാൻ ചോദിക്കുന്നുണ്ട്. ബട്ട് ആ സമയം നമ്മുടെ ഭാനുവിൻ്റെ ഫ്രണ്ട് അയാളോട് കൂടുതൽ സംശയമൊന്നും ചോദിക്കേണ്ട, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അയാളെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പുരുഷോത്തമനും അയാളുടെ കൂടെ പുറകിന് പോയിട്ട് അയാളെ യാത്ര ചെയ്യിക്കുകയാണ്. ഈ ടൈമിൽ അവരകത്ത് വരുമ്പോൾ നമ്മുടെ ഭാനു സർലയുടെ കൈ പിടിച്ചിട്ട് ആ വളയുടെ ഒരു കോപ്പി എടുക്കുകയാണ്, മീൻസ് ഒരു ഫോട്ടോ. ഇത് കണ്ടുകൊണ്ട് വരുന്ന പുരുഷോത്തമൻ ഭാനുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഫോൺ തട്ടിപ്പറിച്ചിട്ട് പറയുന്നുണ്ട്, ഈ വളയുടെ വില നിനക്കിപ്പോൾ മനസ്സിലായില്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി ആവശ്യമില്ല, ഈ ഒരെണ്ണം മാത്രം മതിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ എറിഞ്ഞു ഉടയ്ക്കുന്നു. ആ പൊട്ടിയ ഫോൺ എടുക്കാൻ വരുന്ന ഭാനുവിനെ നമ്മുടെ പുരുഷോത്തമൻ അടിക്കുന്നുണ്ട്. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി ആയതിനു ശേഷം ഇതുപോലൊരു വളയല്ല, ഈ വള തന്നെ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഭാനു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഭാനുവും തൻ്റെ സഹപ്രവർത്തനം കൂടെ നമ്മുടെ സർലയുടെ വീട്ടിൽ പോയിട്ട് ആ വളയെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അവരുടെ അമ്മ പറയുന്നുണ്ട്, ഞങ്ങളുടെ മുത്തശ്ശി മരണക്കിടക്കയിൽ വെച്ച് അവൾക്കത് ഊരിക്കൊടുത്താണെന്ന്. ആ ടൈമിലാണ് ഭാനു അവിടെ ഇരുന്നൊരു ഫോട്ടോ ശ്രദ്ധിക്കുന്നത്. ആ ഫോട്ടോയിൽ അമ്മൂമ്മയുടെ ഫോട്ടോയാണ്, പക്ഷേ അമ്മൂമ്മയുടെ കയ്യിൽ വളയില്ല. അപ്പോൾ ഇവർക്ക് സംശയം ഉണ്ടാവുന്നുണ്ട്, ഇത് അമ്മൂമ്മ ഊരിക്കൊടുത്ത വള തന്നെയാണോ എന്ന്. കാര്യം ഇവർക്ക് പിടികിട്ടിയെന്ന് മനസ്സിലായ അവിടുത്തെ കാരണവർ, നിങ്ങൾ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോളൂ, ഇതിന് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ അപ്പോൾ നേരിട്ടോളാം, പോലീസിൻ്റെ അടുത്ത് മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അപ്പോൾ അവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇത് അമ്മൂമ്മ കൊടുത്തതല്ലെന്ന്.
അവരിറങ്ങിയ തക്കം നോക്കി സർലയുടെ അമ്മ അവളെ വിളിച്ച് ഈ കാര്യമെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം വളയുടെ കാര്യം പറയാൻ വേണ്ടി താൻ സെക്യൂരിറ്റിയായി നിന്ന വീട്ടിൽ നിന്ന് പയ്യെ ഇറങ്ങിപ്പോയപ്പോഴാണ് അവിടുത്തെ ആളെ കാലിന് വെട്ടിയത്. സോ ഇത്രയും ഫ്ലാഷ് ബാക്ക് ആയിരുന്നു. കള്ളു കുടിക്കുന്നതിനിടയിൽ നമ്മുടെ ഭാനുവിൻ്റെ ഫ്രണ്ടായ പ്രജിത്ത് പറയുന്നുണ്ട്, ഞാനും അവളും തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു, പക്ഷേ കല്യാണം അടുക്കാറായപ്പോൾ അവൾ എന്നെ തേച്ചിട്ട് പോയതാണ്. കല്യാണം കഴിഞ്ഞവൾ വന്നപ്പോൾ അവളുടെ കയ്യിൽ ആ വള വന്നിട്ട് ഞാനടക്കം എല്ലാവരും അന്തം വിട്ട് നിന്നപ്പോൾ ഒരു താത്ത മാത്രമാണ് അത് എൻ്റെ ആണെന്ന് പറഞ്ഞ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. അത് കേൾക്കുമ്പോൾ ഭാനു ചോദിക്കുന്നുണ്ട് ഏതാണ് ആ താത്ത എന്ന്. അപ്പോൾ അവൻ പറയുന്ന അറിയില്ല, അവർ അക്ഷയിൽ വന്നിട്ട് പോയൊരുത്തിയാണെന്ന് പറയുന്നു. പിന്നീട് ഒരു ദിവസം ആ താത്ത സർലയെ റോഡിൽ വെച്ച് കണ്ടിട്ട് അവളോട് അഴിയുകയാണ്, ഇത് എൻ്റെ വളയാണ്, നിനക്ക് നാണമില്ല ഇതിട്ടുകൊണ്ട് നടക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സർല അതിനെല്ലാം മറുപടി പറയുന്നുണ്ട്. ഇത് ഭാനു അവളുടെ വൈഫും കാണുന്നുണ്ട്. അവൻ്റെ വൈഫിന് ഒരു സമാധാനം ആവുന്നുണ്ട്, കാരണം അവളെ പബ്ലിക്കായിട്ട് നാണം കെടുത്തിയതാണല്ലോ. അപ്പോൾ അവളും പബ്ലിക്കായി നാണം കെട്ടിരിക്കുന്നു, അവളുടെ കയ്യിലുള്ള മുതൽ അവളുടെ അല്ലെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഭാനു ആ താത്തയെ വിളിച്ചിട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ താത്ത അവരുടെ കഥ പറയുകയാണ്, എങ്ങനെയാണ് അവരുടെ കയ്യിൽ ആ വള വന്ന് ചേർന്നതെന്ന്. താത്തയുടെ ഹസ്ബൻഡ് ഒരു ഷെഫായിരുന്നു, സൂപ്പിക്ക എന്നാണ് അയാളെ എല്ലാവരും വിളിക്കുന്നത്. സോ പുള്ളി നല്ലപോലെ ബിരിയാണി ഉണ്ടാക്കും, സൂഫീസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അതവിടെ ഫേമസ് ആണ്. അങ്ങനെ അവിടുത്തെ ഏറ്റവും വലിയൊരു അറബിക്ക് ഭക്ഷണം ഉണ്ടാക്കാനായി സൂപ്പിക്കയ്ക്ക് ഒരു അവസരം കിട്ടുകയാണ്. അയാളെ എല്ലാവർക്കും പേടിയാണ്. സിഗരറ്റ് വലിച്ച് അയാളുടെ നാക്കിലെ രുചിയെല്ലാം പോയെന്നാണ് കൂടെയുള്ള ആൾ പറയുന്നത്. സോ ഇന്നത്തെ ബിരിയാണി നന്നാക്കി കൊടുത്തില്ലെങ്കിൽ അയാളുടെ ജോലി പോകാൻ വരെ ചാൻസ് ഉണ്ട്. അങ്ങനെ പുള്ളിക്ക് പക്ഷെ ഒരു പേടിയുമില്ല സൂപ്പിക്കയ്ക്ക്. സൂപ്പിക്ക പറയുന്നത് ഞാൻ എന്തെങ്കിലും ദമ്മ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണി എല്ലാം റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആ അറബി കഴിക്കാനെല്ലാം വന്നിരിക്കുന്ന ടൈമിൽ സൂപ്പിക്ക പറയും, ഇത് ഞാൻ വിളമ്പി കൊടുത്തോളാമെന്ന്. സൂപ്പിക്ക അറബിയുടെ അടുത്ത് പറയുന്നു, ആ സ്പൂണും നൈഫും ഒക്കെ താഴെ വെച്ചിട്ട് കൈകൊണ്ട് ഈ ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാൻ. അയാളൊരു ഡൗട്ടും ചെറിയൊരു ദേഷ്യത്തോടെ ആണെങ്കിൽ പോലും അതനുസരിച്ച് അത് കഴിക്കുന്നു. പക്ഷെ അത് കഴിച്ചു കഴിയുമ്പോൾ അയാളുടെ മോനെ ആ ഒരു സ്വർഗം കാണുന്ന ഫീലിംഗ് ആണ് അയാളുടെ മുഖത്ത്. അയാൾ വളരെ സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട് ആ ഫുഡിൽ. അതുപോലെ തന്നെ ആ അറബിക്ക് നമ്മുടെ സൂപ്പിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ആ അറബി സൂപ്പിക്കയ്ക്ക് കൊടുക്കുന്നതാണ് സമ്മാനമായിട്ട് ആ വള. അങ്ങനെ സൂപ്പിക്ക നാട്ടിലെത്തുമ്പോൾ തൻ്റെ ഭാര്യയായ പാത്തുവിന് ആ വള കൊടുക്കുന്നു. തൻ്റെ മക്കൾ ചോദിച്ചിട്ട് പോലും സൂപ്പിക്ക അത് ഭാര്യയ്ക്കാണ് കൊടുക്കുന്നത്. മൂത്ത മകൾ മാരീഡാണ്, കുട്ടിയുണ്ട്. രണ്ടാമത്തെ മകൾ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ അവരുടെ റിലേറ്റീവും ആ വീട്ടിലുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി പാത്തുവിന് ആ വളയിട്ട് കൊടുക്കുകയാണ്. ആ ടൈമിൽ സൂപ്പിക്കയുടെ മകൾ വന്നിട്ട് അത് ഊരാൻ ശ്രമിക്കുമ്പോൾ പുള്ളി പറയുന്നുണ്ട്, അതിന് പ്രത്യേകം ഒരു നാക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തുറന്ന് കാണിക്കുകയാണ്. എന്നിട്ട് അവിടെ വന്ന ബന്ധുക്കളെല്ലാം തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അന്ന് രാത്രി സൂപ്പിക്കയുടെ വീട്ടിൽ കള്ളന്മാർ കയറുന്നുണ്ട്. അവർ കയറി അവിടെയുള്ള സ്ത്രീകളെ രണ്ടുപേരും ഒത്തിരി ഉപദ്രവിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ കയ്യിലും കഴുത്തിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോന്നു. സൂപ്പിക്ക മുകളിലിരുന്ന് എന്തോ എഴുതുകയായിരുന്നു. ശബ്ദം കേട്ട് താഴെ വന്ന പുള്ളി അവരെ എതിർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നിനും കഴിയാതെ നിസ്സഹായനായി പോകുന്നുണ്ട്. കാരണം ആ കള്ളന്മാർ അയാളെ ഉപദ്രവിക്കുന്നുണ്ട്. അവരവിടെ ഉണ്ടായിരുന്ന പണവും കാശും എല്ലാം എടുത്തുകൊണ്ട് പോയി ചുറ്റുമുള്ള വീടുകൾക്കും തീയിടുന്നുണ്ട്. ഇവരുടെ വീടിൻ്റെ കുറച്ച് ഏരിയകളിലുമൊക്കെ തീയിടുന്നുണ്ട്. ആർക്കും മരണമൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവിടെല്ലാം ഒത്തിരി ലഹള പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ആ ടൈമിൽ പോലീസുകാർ വന്നിട്ട് ഒരു കാരണവുമില്ലാതെ നമ്മുടെ സൂപ്പിക്കയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ 3-4 കൊല്ലത്തോളം സൂപ്പിക്ക ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം ഗൾഫിലുള്ള ബിസിനസ്സും പോയി, കേസുള്ളത് കൊണ്ട് തന്നെ ഗൾഫിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴവർ താമസിക്കുന്ന വാടക വീട്ടിലോട്ട് അവർക്ക് മാറേണ്ട വന്നത്. അവർക്ക് ഒരു പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ അവർ ജീവിക്കുന്നത്. ആ ടൈമിൽ സൂപ്പിക്ക അവിടേക്ക് ഒരു കാറിൽ വന്നിറങ്ങുകയാണ്. ആ ടൈമിലാണ് അയാൾ നമ്മുടെ ഭാനുവിനെ കാണുന്നത്. ഭാനുവിനെ കണ്ട ഉടനെ സൂപ്പിക്ക വന്ന് അവൻ്റെ കോളറിൽ പിടിച്ച് അവനോട് ദേഷ്യപ്പെടുകയോ അടിക്കുകയൊക്കെ ചെയ്യുന്നു. കാരണം അന്ന് ആ ലഹളക്കിടയ്ക്ക് സൂപ്പിക്ക അറിയാതെ ഒരു അടിയടിക്കുമ്പോൾ അത് കിട്ടുന്നത് പോലീസായ ഭാനുവിനായിരുന്നു. ആ ദേഷ്യം കാരണമാണ് ഭാനു അന്ന് ആ കുറ്റക്കാരുടെ കൂടെ നമ്മുടെ സൂപ്പിക്കയും പിടിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ഒരു കുറ്റവും ചെയ്ത സൂപ്പിക്കയ്ക്ക് 3-4 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ ദേഷ്യം സൂപ്പിക്കയ്ക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഭാനു ഒത്തിരി പറയുന്നുണ്ടെങ്കിലും അയാൾ ദേഷ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ ഭാനു അവിടെ നിന്ന് പോവുകയാണ്. ആ ടൈമിൽ ആ താത്ത പറയുന്നുണ്ടായിരുന്നു, അന്നും മിസ്സായ ആ വള പിന്നെ ഞാൻ കാണുന്നത് അക്ഷയയിലെ ആ പെൺകുട്ടിയുടെ കയ്യിലാണെന്ന്. ഇത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും ഭാനു ആക്കി തകരുന്നുണ്ട്. അവൻ്റെ മൂഡ് അത്ര ശരിയല്ല. അവൻ വീട്ടിലാണെങ്കിലും വൈഫിനടുത്ത് ചില ആസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവൾക്ക് അവനെ മനസ്സിലാക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അതെല്ലാം അവിടെ വെച്ച് സോൾവ് ആവുന്നുമുണ്ട്. പിന്നീട് ഭാനു സൂപ്പിക്കയുടെയൊക്കെ ഒരു ഫാമിലി ഫ്രണ്ടായി സുധീഷിനെ കാണാൻ പോവുകയാണ്. അപ്പോഴാണ് അവനെല്ലാം സത്യവും പറയുന്നത്. അവൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ലഹള നടന്ന സമയത്ത് ഡൽഹിയിലായിരുന്നു. പുതിയ വണ്ടികൾ നോക്കാൻ പോയിരിക്കുകയായിരുന്നു ഷോറൂമിന് വേണ്ടി. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അവൻ അറിഞ്ഞത്. ആക്രമിക്കാൻ പോയ കള്ളന്മാരൊക്കെ ഈ സുധീഷിന്റെ ഫ്രണ്ട്സാണ്. ഒരു ദിവസം രാത്രി ഇവൻ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ അവർ സ്വർണ്ണമെല്ലാം വീതം വെക്കുന്നത് കാണുമ്പോൾ സൂപ്പിക്കയുടെ വീട്ടിൽ കയറിയെന്ന് അവന് മനസ്സിലാവും. കാരണം ആ വള അവിടെ ഉണ്ടായിരുന്നു. ആ വള നമ്മുടെ സുധീഷ് കണ്ടിട്ടുള്ളതായിരുന്നു നേരത്തെ. സോ അവൻ അവരെ അടിക്കാൻ തുടങ്ങുന്നു. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നു. ആ വള കയ്യിൽ വെച്ചുകൊണ്ടാണ് സുധീഷ് അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുന്നത്. ആ ടൈമിൽ അവിടെ പോലീസ് വരുന്ന കണ്ടിട്ട് ബാക്കി ഫ്രണ്ട്സ് എല്ലാം ബാക്കി സ്വർണം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ ആ വള കിട്ടുന്നുണ്ട്.
അത് ഞാൻ സർലയ്ക്ക് കൊടുത്തതാണ്, ഞങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്ന കാര്യം ഭാനുവിൻ്റെ അടുത്ത് നമ്മുടെ സുധീഷ് പറയുകയാണ്. വള കാരണം സർലയുടെ ഉള്ള സമാധാനമെല്ലാം പോയിരുന്നു. അവൾ പല ദുസ്വപ്നങ്ങളും കാണുന്നുണ്ട്. ഒരു ദിവസം രാത്രി പുരുഷോത്തമൻ അവളെ കൊല്ലുന്നതായിട്ട് സ്വപ്നം കണ്ട് അവൾ ചാടി എഴുന്നേക്കും. ആ ടൈമിലാണ് സുധീഷ് സർലയെ ഫോൺ വിളിക്കുന്നത്. ആ ടൈമിൽ സർല വേറൊരു മുറിയിൽ പോയിട്ട് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ വളയൊന്ന് ഊരാൻ വേണ്ടി നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റുമോന്ന്. പക്ഷേ പുരുഷോത്തമൻ ഇതെല്ലാം അപ്പുറത്തെ റൂമിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. സുധീഷ് പറയുന്നത്, നീ നേരിട്ട് വരാമെങ്കിൽ ഞാനത് ഊരി തരാമെന്ന്. അങ്ങനെ സർല അടുത്ത ദിവസം അവിടേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പുരുഷോത്തമനും അവിടേക്ക് പോകാനായി പ്ലാൻ ഇടുകയാണ്, ഇവരറിയാതെ തന്നെ. ഒരു ഒഴിഞ്ഞ പറമ്പിലെ തെങ്ങിൻതോപ്പിൽ നിന്നായിരുന്നു സുധീഷ് ഒറ്റയ്ക്ക് ആ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്. ഫോൺ കട്ടാക്കിയതിനു ശേഷം സുധീഷ് നടന്നു പോകുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം സുധീഷ് പറഞ്ഞ സ്ഥലത്തേക്ക് സർല ചെല്ലുന്നുണ്ട്. പുരുഷോത്തമനും അവിടെ ഒരു ജീപ്പിൽ ഒരു തോക്കുമായിട്ട് നിൽപ്പുണ്ട്. ആ ടൈമിലാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാണുന്നത്, സുധീഷ് ഇന്നലെ രാത്രി മരിച്ചു പോയിരിക്കുന്നു. അവൻ എന്ത് സംഭവിച്ചെന്ന് പുരുഷോത്തമനും സർലയ്ക്കും ആർക്കും പിടികിട്ടുന്നില്ല. എല്ലാവരും പേടിച്ചു പോകുന്നുണ്ട്. അടുത്ത ദിവസം അക്ഷയിൽ നിന്ന് നടന്നിരുന്ന സർലയെ ഭാനു തടഞ്ഞു നിർത്തിയിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് സുധീഷിൻ്റെ കാര്യമെല്ലാം പറയുമ്പോൾ നമ്മുടെ സർലയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവനെല്ലാം മറിഞ്ഞുവെന്ന്. ഇനി കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ടൈമിൽ നിന്റെ വളയോ നോക്കട്ടെ എന്ന് പറഞ്ഞ കയ്യിൽ കയറി പിടിക്കുമ്പോൾ നമ്മുടെ പുരുഷോത്തമൻ അവിടേക്ക് ജീപ്പിൽ വരികയാണ്. അങ്ങനെ പുരുഷോത്തമൻ വന്ന് ഭാനുവിനെ അടിക്കുന്നുണ്ട്. പക്ഷേ ഭാനു ഒരു കരാട്ടെ മാസ്റ്റർ ആണെന്ന കാര്യം പുരുഷോത്തമൻ അന്ന് തിരിച്ചറിയുകയാണ്. നല്ലപോലെ അടി തിരിച്ചു കൊടുക്കുന്നുണ്ട്. അന്ന് വീട്ടിൽ വെച്ച് കൊടുക്കാൻ പറ്റാത്തതിനും കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അവസാനം ആ IPS ഉദ്യോഗസ്ഥൻ പോലീസും അവിടെ എത്തുന്നുണ്ട്. അയാൾ വന്നിട്ട് ഇവരെയെല്ലാം കൂട്ടി അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭാനു സത്യങ്ങളെല്ലാം പറയുന്നുണ്ട്. പക്ഷെ സർലെ അതിനെയെല്ലാം അപ്പോഴും എതിർക്കുന്നുണ്ട്. ആ ടൈമിൽ അപ്പം ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, എങ്കിൽ നീ ആ വളയൊന്ന് തുറന്നു കാണിക്കാൻ. പക്ഷെ അവൾക്കതിന് സാധിക്കുന്നില്ല. ആ ടൈമിൽ നമ്മുടെ സൂപ്പിക്ക് വന്നിട്ട് അത് സിമ്പിളായിട്ട് ഊരി കാണിക്കുന്നു. അപ്പോൾ ആ പോലീസുകാരനും മനസ്സിലാവുന്നു നമ്മുടെ താത്ത പറഞ്ഞാണ് കറക്റ്റെന്ന്. ബട്ട് അയാൾക്ക് ആ വള കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരെ പോലെ തന്നെ അത് സ്വന്തമാക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്. അയാൾ പറയുന്നു, കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്, അതിനുശേഷം ഞാൻ ഈ വള തരാമെന്ന്. അപ്പോൾ താത്തയ്ക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാളും കള്ളം പറയുന്നതാണെന്ന്. അവരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അത് കിട്ടേണ്ടതാണെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടിക്കോളും എന്ന് ആ താത്ത പറയുന്നു. ആ മെയിൻ വില്ലനും ആളുകളും ഇതിനെയെല്ലാം ചുറ്റിപ്പറ്റി അവിടൊക്കെ തന്നെ ഇതെല്ലാം അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബാലു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാൻ പോയില്ലേ ഒരു ദൃക്സാക്ഷിയുടെ വീട്ടിൽ. അയാൾ പറയുന്നുണ്ട് അയാളുടെ ഭാര്യയും മക്കളുമൊക്കെ അയാൾ സാക്ഷി പറയുന്നുണ്ട് അയാളെ വിട്ട് മാറിയാണ് താമസിക്കുന്നത്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലാവും. നീ നിൻ്റെ ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് അയാൾ പറയുന്നുണ്ട്. അന്ന് അവിടെ ഒരു അമ്പലത്തിലെ ഉത്സവമായിരുന്നു. നമ്മുടെ IPSകാരൻ്റെ വീട്ടിൽ ആ ഉത്സവത്തിൻ്റെ ആറാട്ട് വരുന്ന ടൈമിൽ നമ്മുടെ ഭാനുവും പുരുഷോത്തമനും മാസ്ക് മാറ്റിയിട്ടിട്ട് അവിടെ ആ വള കക്കാൻ കയറുകയാണ്. അങ്ങനെ വള അവരുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ബട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ വളയ്ക്ക് വേണ്ടി അടിയാവുന്നു. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഭാനുവിൻ്റെ കയ്യിൽ തന്നെ ആ വള കിട്ടുന്നുണ്ട്. അയാൾ ആറാട്ടെല്ലാം പോയി കഴിഞ്ഞ് പെരയ്ക്കകത്ത് കയറി വരുമ്പോൾ ആക്ച്വലി അവിടെ ഒന്നും നടന്നതായിട്ട് തന്നെ തോന്നില്ല. വീട് പഴയതുപോലെ തന്നെ കിടപ്പുണ്ട്. അടുത്ത ദിവസം ആ വള കയ്യിൽ കിട്ടിയ ഭാനു അത് നമ്മുടെ ഇത്താത്തേക്കും അതുപോലെ സൂപ്പിക്കും കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ്. അവൻ അയാളുടെ അടുത്ത് അറിയാതെ ചെയ്ത തെറ്റിന് അവൻ പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. അവർക്ക് സന്തോഷം ഒട്ടുമടക്കാനായില്ല. അയാൾ അപ്പോൾ തന്നെ അത് അയാളുടെ ഭാര്യയുടെ കയ്യിൽ ഇട്ടുകൊടുത്തിട്ട് അവർ സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അവരുടെ സന്തോഷം കണ്ട സംതൃപ്തിയിൽ ഭാനു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഈ സിനിമ അവസാനിച്ചിരിക്കുകയാണ്. ഈ സിനിമയുടെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. അതുപോലെ തന്നെ അവതരണത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.